കുഞ്ഞുണ്ണി എന്താണ്ട് അവിടെ ചുട്ടിക്കളേ? ഡോണ്ട് ഗിവ് ദം വിത്തൗട്ട് ഹാൻഡ് ആൻഡ് അർത്തമാറ്റിക്. ഈ ചെറ്റകൾക്ക് കൈയും കണക്കില്ലാണ്ടൊന്നും കൊടുക്കണ്ടെന്ന്. എന്താ അവസാനം വിറ്റകളെ എന്നെ എടുത്ത് കോണ കൊടുക്കാനുള്ള സ്ഥിതി ഉണ്ടാക്കും. അത് ഉണ്ടാക്കണ്ടതാ പറഞ്ഞേ. നീ ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുന്നു ഒന്ന് കാണണം. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ചായ. ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. പേടിക്കാനൊന്നുമില്ല. പക്ഷേ 2 ദിവസം ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കേണ്ടി വരും. വരട്ടെ. ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് അവർ ആരെയും വിടില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ ലക്ഷ്മിയെ വീട്ടിൽ കൊണ്ടുവിടാം. ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. വരൂ. ആരാത്? ആർക്കറിയാം. എന്നാൽ അനിയും കുത്തുകൊണ്ട് ആശുപത്രി കിടക്കുമ്പോ എന്തെങ്കിലും ആവട്ടെ, നീ വാ. ഒന്നും പേടിക്കണ്ട, ഞാൻ ആശുപത്രിയിൽ തന്നെ ഉണ്ടാവും. സാറിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടൊന്നും കാര്യമില്ല. പ്രശ്നങ്ങളെ നേരിടുകയല്ലേ വേണ്ടത്. തന്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് വെറുതെ അല്ല. ഞാൻ വെറുത്തു. എനിക്ക് മതിയായി. എക്സ്ക്യൂസ് മീ. ഇയാൾ എന്തിനാ ഇവിടെ? അസൂയപ്പെട്ടൊന്നും കാര്യമില്ല. സുഖായി ഇവിടെ. ആ കോളേജിന്റെ വളച്ചിട്ടിന്റെ അകത്തുനിന്ന് എന്ന് പുറത്തോട്ട് ഇറങ്ങിയോ അന്ന് മുതൽ എനിക്ക് സുഖ. ആ കന്നാലിൽ എന്തുട്ടാണ് വിചാരിച്ചേ? കാന്റീൻ കുട്ടിയെ തങ്ങപടി തണ്ടുന്നോ? അവിടെ മുതലാളിയായിട്ടിരിക്കുന്നതിന് സുഖ മാഷ, ഇവിടെ തൊഴിലാളിയായിട്ടിരിക്കണത്. ഇപ്പൊ എന്തുട്ടാ വേണ്ടേ? ആദ്യം സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ഓരോ ചായ താ, ബാക്കി പിന്നെ പറയാം. ഒരു 3 ചായ. കണ്ടില്ലേ, ഒരു ബലിയാടാ. അയാള് പറഞ്ഞ സത്യ. എനിക്കിപ്പോ മനസമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇനി ഞാൻ ആ നരകത്തിലേക്കില്ല. ആ കോളേജ് ഇപ്പൊ എനിക്കൊരു ശ്മശാന. എന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നു കുഴിച്ചു മൂടിയ ശ്മശാനം. എന്താ സാർ പഠിക്കുന്ന കാലത്ത് സാറിനെ പോലുള്ളവരായിരുന്നു ഞങ്ങളുടെ ആവേശം. ഇപ്പൊ പ്രശ്നങ്ങൾ വരുമ്പം ഇങ്ങനെ ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഒരുതരം എസ്കേപ്പിസം. എസ്കേപ്പിസം അല്ലടോ. ആർക്ക് വേണ്ടിയാ ഞാൻ പഠിപ്പിക്കേണ്ടത്? ഈ തെണ്ടുകൾക്ക് വേണ്ടിയോ? ഇവന്റെയൊക്കെ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയോ? അതോ എനിക്ക് വേണ്ടിയോ? വിദ്യ പറഞ്ഞു കൊടുക്കുന്നവനെ ആർക്കും ആവശ്യമില്ല. ആരുടെയും കുഴപ്പമല്ല, ഈ കാലത്തിന്റെ പ്രത്യേകതയാ. പിന്നെ ഒരു ദിവസം ഞാൻ വരും പഠിപ്പിക്കാൻ. എങ്ങനെയാ പഠിപ്പിക്കേണ്ടതെന്ന് നാട്ടുകാരെ പഠിപ്പിക്കാൻ ഞാൻ വരും. നിങ്ങളൊക്കെ സ്നേഹപൂർവ്വം എന്നെ വിളിക്കുന്ന ഓമന പേരാണല്ലോ പൈല. അതുകൊണ്ട് ഇന്ന് പൈലയെ കുറിച്ച് പഠിക്കാം. ആപ്പിൾ സ്നെയിൽ എന്നാണ്
പൈലയുടെ കോമൺ നെയിം? സർ, വൺ ഡൗട്ട്. Sit down. സർ. Sit down, I say. സർ. Sit down. Soon he became a very successful. Eh? Eh? You. Tell me the habitat of Pila globosa. Stand up when the teacher asks you a question. Tell. Now, answer my question. Where do you find Pila globosa? In marine water or fresh water? Tell me. Come on. ഫ്രഷ് വാട്ടർ ആണെന്ന് തോന്നുന്നു. തോന്നണ്ട, ശരിയാണ്. എല്ലാവരും കേട്ടല്ലോ, ഇന്ന് ആദ്യമായിട്ടാണ് ഇയാൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. വെരി ഗുഡ്. നെക്സ്റ്റ്. No. നിങ്ങളകത്ത് കയറിയാൽ എന്തെങ്കിലും സംഭവിക്കും. ഞാൻ പോകാം. സാർ എന്തായി ചെയ്യുന്നത്? ഐ ആം ടീച്ചിങ്. ഞാൻ ഇവരെ പഠിപ്പിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ. യു നോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പൈല? സേ യെസ് ഓർ നോ. അധ്യാപകരോട് സംസാരിക്കുമ്പോൾ ബഹുമാന സൂചകമായി സർ എന്നുകൂടി ചേർക്കണം. സേ നോ സർ. നോ സർ. ദാറ്റ്സ് ടു ബാഡ്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. സർ, ഞാൻ ഈ ക്ലാസ്സിലല്ല സർ. എന്റെ സബ്ജക്ട് സുവോളജി അല്ല സർ. പക്ഷെ എന്റെ ക്ലാസ്സിൽ കയറി ഇരുന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അതെനിക്ക് നിർബന്ധമാണ്. Tell me the answer. No. എന്താ കളിക്കുന്നത്? No. Leave me. Leave me. No. I'm all right. I'm all right. No. Please. No, I'm all right. അറസ്റ്റ് ചെയ്യും. നോ, യു കാണ്ട്. വിനയൻ പോസ്റ്റിൽ നിന്ന് വീണ് മരിച്ചപ്പോഴും അനന്തനെ കുത്തിയപ്പോഴും ഒന്നും ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്യാൻ ആളെ കണ്ടില്ല. ഇവന്മാരൊക്കെ കൂടെ ഒരു അധ്യാപകന്റെ സമനില തെറ്റിച്ചപ്പം ഉടനെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ആളുണ്ട്. ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യുകയോ കേസ് ഫയൽ ചെയ്യുകയോ ചെയ്യാതെ ഞാൻ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? കുറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യാന്നുള്ള വേണ്ടാത്ത പണിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാക്കിയിട്ട് നടക്കാൻ നാണമില്ലേ? മിസ്റ്റർ, നിങ്ങൾ ഈ പറഞ്ഞ കേസിലൊന്നും പരാതിക്കാരനില്ലെന്ന്. ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യാതെ ഓരോ അറസ്റ്റ് ചെയ്യാൻ എന്റെ കൂടെ എന്നാ വണ്ടി കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഒരു വിദ്യാർത്ഥിയെ കുത്തിയിട്ട് പ്രിൻസിപ്പൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? ഇല്ല. Come on, come on. I'm all right. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും കാശുള്ളവന്മാരുടെയും മക്കളാണെന്ന് അഹങ്കരിച്ച് എന്ത് താന്തോന്നിത്തരവും കാണിക്കുന്ന കുറെ തെരുവ് ഗുണ്ടകൾക്ക് അഡ്മിഷനും കൊടുത്ത് അവരുടെ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന് നാളെ ഈ രാജ്യം ഭരിക്കുന്നതിന് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരെ സൃഷ്ടിച്ചുവിടുന്ന ഈ സ്ഥാപനം ഉണ്ടല്ലോ, വിദ്യാഭ്യാസം എന്ന വാക്കിനെ വ്യഭിചരിക്കാണ് ചെയ്യുന്നത്. അതിന്റെ തലവനായിരിക്കുന്ന സാറിന്റെ ഉദ്യോഗത്തിന് യോജിച്ച പേര് പ്രിൻസിപ്പൽ എന്നല്ല. ഇവിടുത്തെ വിദ്യാർത്ഥികളെ പോലെ താൻ തോന്നിയായിരുന്നെങ്കിൽ ഞാൻ അത് എന്താണെന്ന് പറയാമായിരുന്നു. പക്ഷെ 4 അക്ഷരം പഠിച്ചു പോയതുകൊണ്ടും സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്നതുകൊണ്ടും ഞാനത് പറയുന്നില്ല. രാമേന്ദ്രൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസത്തെ വ്യഭിചരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥാപനം ഉണ്ടല്ലോ, ഇതിന്റെ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കുന്നതിൽ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷെ ഞാൻ സംതൃപ്തനാണ്. കാരണം എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബമുണ്ട്. രോഗിയായ ഒരു ഭാര്യ, പിന്നെ 2 പെൺകുട്ടികൾ. നിങ്ങൾക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന മനസ്സിലായെന്ന് വരില്ല. നിങ്ങൾ പറയുന്ന താന്തോന്നുകളെ എനിക്ക് പേടിയില്ല. പക്ഷെ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്ത, ഡൊണേഷൻ വാങ്ങി അവർക്ക് അഡ്മിഷൻ കൊടുത്ത മാനേജ്മെന്റ് ഉണ്ടല്ലോ, ഐ വിൽ ബി ഇൻ their bad book. I will be in the MP's bad book. I will be in the ministers and MLA's bad book. Because ഈ താന്തോന്നികൾ അവന്റെ മക്കളും മരുമക്കളും. പക്ഷെ എനിക്കാരുടെയും ചീത്ത പുസ്തകത്തിൽ സ്ഥലം പിടിക്കാൻ പേടിയില്ല. I will file a case against them and I will see that they will be inside. നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ഒരു തമാശയായിട്ട് കരുതിയാൽ മതി. ഇവര് ഒരു ടാക്സി എടുത്തോട്ടെ. ശരി സാർ. എന്താ ഇത്? സാർ ചോദിച്ചില്ലേ കോളേജിൽ കുത്തു നടന്നിട്ടും ഇവന്മാരൊക്കെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന്? സാക്ഷികളില്ലെങ്കിൽ പോലും എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു.
പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം. ഒരു കൂട്ടത്തല്ലിനിടയിൽ ഒരുവൻ കൊല്ലപ്പെട്ടാൽ ആരാണ് കുത്തിയതെന്ന് തെളിവുണ്ടാവില്ല. അതുകൊണ്ട് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പ്രയാസമാണ്, പ്രത്യേകിച്ചും ശരിയായി സാക്ഷിയില്ലാത്ത സ്ഥിതിക്ക്. പ്ലാന്റ് മർഡറിന് ശിക്ഷ എന്താണെന്നറിയാമോ? തൂക്കിക്കൊല്ലുക. ഈ നാട്ടിലെ 90% കൂട്ടത്തല്ലുകളും കൊലകളും പ്ലാന്റ് ആണ്. അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു. എന്നിട്ട് വിമാനമൊക്കെ പിടിച്ച് അകത്തിട്ട് വല്ലതും ചെയ്യാന്ന് കരുതിയാ ഇപ്പൊ കണ്ടില്ലേ, മോളിൽ നിന്നൊരു ഫോൺ വരും വിട്ടേരെന്ന്. കാരണം എനിക്കറിയാം, രാഷ്ട്രീയക്കാരുടെ ചട്ടങ്ങളാണല്ലോ ഈ നാട്ടിലെ കോളേജ് വിദ്യാർത്ഥികൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാളെക്കുറിച്ച് ഭയമുള്ളവരാണ്. നാളത്തെ ഈ നാടിന്റെ സ്ഥിതിയെക്കുറിച്ചല്ല, നാളത്തെ അവരുടെ ഭരണ കസേരയെക്കുറിച്ച്. നാളത്തെ അവരുടെ ശക്തി കൂട്ടാൻ വേണ്ടിയാണ് വിദ്യാലയങ്ങൾക്കുള്ളിൽ യൂത്ത് വിങ്ങൾ എന്ന പേരിൽ രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ അവർ വിതയ്ക്കുന്നത്. യുവത്വത്തിന് ഒരു എടുത്തിയാട്ടമുണ്ടല്ലോ, അതിനെ ചൂഷണം ചെയ്യുകയാണ് ഈ പന്ന റാസ്കലുകൾ. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുക, എന്നിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ഈ കുട്ടി നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്നത് എന്തെന്നറിയാമോ? തമ്മിൽ തല്ലുക, വെട്ടുക, കുത്തുക, പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുക. ദേ ആർ നോട്ട് ക്രിയേറ്റിംഗ് ഓർ കൺസ്ട്രക്ടിംഗ്, ദേ ആർ ഡിസ്ട്രക്ടിംഗ്. ഇതിന്റെ ലാഭം തെരുവ് ഗുണ്ടകൾക്കും കോളേജ് ഗുണ്ടകൾക്കും നേതാക്കന്മാർക്കും പാർട്ടിക്കും. നഷ്ടം സാധാരണക്കാരായ പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുട്ടികൾക്ക്. നേതാക്കന്മാരും കോളേജ് ഗുണ്ടകളും മാസ് കോപ്പിംഗ് നടത്തിയും മാർക്ക് ലിസ്റ്റ് തിരുത്തിയും ക്ലാസ്സോടെ ജയിക്കും. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഭാവിയിലെ നേതാക്കന്മാരും ഒക്കെ ആയിത്തീരും. ഫോറിൻ കാറുകളിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോൾ പണ്ട് ഇവന്മാരോടൊപ്പം ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച ബസിന്റെ ചില്ലുകൾ ഇവന്മാരോടൊപ്പം ആവേശത്തോടെ എറിഞ്ഞു തകർത്ത ആത്മസുഹൃത്തുക്കളായിരുന്ന സാധാരണക്കാർ അവശത കൊണ്ട് കരുവാളിച്ച മുഖവുമായി തെരുവിൽ നിൽക്കുന്നത് ആരും കാണില്ല. ഇതിനൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം മിസ്റ്റർ? എന്ത് പോക്കത്രം കാണിച്ച് ആര് അറസ്റ്റ് ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തകരായിരിക്കും. അത് തേച്ചു മാറ്റിയാലും ഓരോ പാർട്ടിക്കാർ വരും, മിനിസ്റ്റർമാരുടെ പ്രൈവറ്റ് സെക്രട്ടറികളും. ഇവരുടെയൊക്കെ ചെരുപ്പ് നിൽക്കുന്ന പട്ടികളുണ്ട് ഈ നാട്ടിൽ. ചില പത്രക്കാർ അവരെഴുതും പോലീസിന്റെ കഴിവില്ലായ്മ കൊണ്ടും അനാസ്ഥ കൊണ്ടാണ് കേസ് കഴിഞ്ഞത്. പിന്നെ ഇവിടുത്തെ പോലീസുകാരൻ ഈ നാട്ടിൽ എന്ത് ചിരക്കാനാ? സോറി, ഞാനൊരല്പം ഇമോഷണൽ ആയിപ്പോയി. കാക്കിയിട്ട ഇമോഷൻസും സെന്റിമെന്റ്സ് ഒന്നും പാടില്ലെന്നാ. പോലീസുകാരെന്നൊരു പേരേ ഉള്ളൂ. ശരിയായിട്ടുള്ള കള്ളന്മാര് ഞങ്ങളാ, ജീവിക്കാൻ വേണ്ടിയാ. സാർ, ഇതിലെടുപ്പട്ടെ. വരൂ സാർ. Give me back my pistol. ഐ എം സോറി. എന്റെ തോക്ക് എനിക്ക് തിരിച്ചു തരണം. എനിക്കതിനുള്ള അധികാരമില്ല.